രാവിലത്തെ ദോശമാവോ ഇഡ്ഡലിമാവോ ഒക്കെ നമുക്ക് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നിൻ്റെ നിറം ഒന്ന് മാറി വരട്ടെ. മാറി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതാക്കി എരിഞ്ഞത്, ഇത് 2 ബീൻസ് ചെറുതാക്കി എരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ബീൻസിൻ്റെ കാര്യത്തിൽ നിർബന്ധമില്ല. ഇത് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഈ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ വെന്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വാട്ടി ഇങ്ങെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ബാക്കി വന്നേക്കുന്ന ആ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പനിയാരം ചട്ടി അടുപ്പത്തേക്ക് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ആണെങ്കിലും മതി. അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ശകലം മാവ് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലും നെയ്യില്ലെങ്കിൽ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ചേർത്താൽ മതി, ഒന്ന് വിട്ട് കിട്ടാൻ, പിടിച്ചിരിക്കാതെ ഒന്ന് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1 മിനിറ്റോളം ഇതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കിത് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. നടുഭാഗത്ത് ആദ്യം മറിക്കാൻ നോക്കണം. ഈ ഗ്യാസേൽ വെക്കുമ്പം ഈ നടുഭാഗത്താണ് തീ നന്നായിട്ട് കത്തുക. അപ്പോൾ നടുഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുപ്പേലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ചിട്ട് വരുമ്പോഴത്തേനും നടുഭാഗത്തുള്ളതൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കെല്ലാം എടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ദിവസവും ഇങ്ങനെ ദോശ ഇഡ്ഡലിയൊക്കെ തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ, ദോശമാവോ ഇഡ്ഡലിമാവോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ പനിയാരം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.